അതെ, ഒന്ന് നിൽക്കോ? മീനാക്ഷി, സുഖമല്ലേ? എന്താ ഇവിടെ? മോളുടെ കല്യാണമായി. അപ്പം തറവാട് അമ്പലത്തിലൊന്ന് തൊഴാൻ വേണ്ടി വന്നതാ. എത്ര മക്കളാ? 2 ആളാ. ഇളയവൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യാ. അല്ല, അവരാരും വന്നില്ലേ? വന്നിട്ടുണ്ട്. അവർക്ക് തറവാട്ടിൽ തന്നെ ഉള്ളത്. അപ്പം ഞാനും മോളും കൂടി തൊഴാൻ വന്നതാ. കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവോ? ഇല്ല, അങ്ങനെ എറണാകുളത്തേക്ക് തിരിച്ചു പോവും. ഇപ്പോഴും ചെന്നൈയിൽ തന്നെയാണോ? അല്ല, അതൊക്കെ വിട്ടിട്ട് 10-24 കൊല്ലമായി. അപ്പോ ഇവിടെ ഇപ്പം എന്താ ചെയ്യുന്നത്? ഇവിടെ അമ്മ, അമ്പലത്തിൽ കയറാ. മോളെ, ഇതാരാ മനസ്സിലായോ? വിനോദങ്ങളാണോ? മോൾക്കെൻ്റെ പേരെങ്ങനെ മനസ്സിലായി? അമ്മ ഇടയ്ക്ക് പറയാറുണ്ട്, കണ്ടപ്പം തോന്നി. മോളുടെ പേരെന്താ? ഈ പേരൊന്നും വേണ്ട കുഞ്ഞുക്ക്, ഇതൊക്കെ പഴയ പേരാണോ? ഇപ്പം മോൾക്ക് അങ്ങനെയൊക്കെ തോന്നും, പക്ഷെ ഇനിയുള്ള ആൾക്കാരൊക്കെ പഴയ പേരുകളൊക്കെ ഇടുക. എന്തായാലും ഇത് നല്ല പേരല്ലേ? കല്യാണി. കല്യാണിയോ? അയ്യേ, ഇതൊക്കെ പഴയ കാലത്തെ പേരല്ലേ. ഇക്കാലത്ത് ഇങ്ങനെ ആരെങ്കിലും ഇടുവോ? കല്യാണിക്ക് എന്താ കുഴപ്പം? കുറച്ചുകൂടി കഴിഞ്ഞാലേ എല്ലാവരും ഈ പേരായിരിക്കും ഇടുക. എൻ്റെ മോൾക്ക് എന്തായാലും കല്യാണി നേടുള്ളൂ. ആ, ആയിക്കോട്ടെ. അങ്ങനെയാണെന്ന് വെച്ചാലേ മോനുള്ള പേര് ഞാൻ സെലക്ട് ചെയ്യും. അത് നീ എന്ത് വേണം കേട്ടോ. പക്ഷെ മോളുടെ പേര് കല്യാണി, അതിൽ മാറ്റമില്ല കേട്ടോ. കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല, അപ്പത്തേക്കും കുട്ടികളുടെ പേരിടൽ വരെയായി. വിനോദേ, കഴിഞ്ഞ ആഴ്ച ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയെങ്കിലും ഈ കുട്ടികളെ വിട്ടിട്ടേ നീ ഒരു തീരുമാനം എടുക്ക്. കാണാൻ വന്നിട്ടല്ലേ ഉള്ളൂ, അത് മുടക്കി തന്നാ പോരെ, അത് ഞാൻ ഏറ്റെടോ. ഈ വരുന്ന ആലോചനകളൊക്കെ ഇങ്ങനെ മുടക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇപ്പൊ വീട്ടുകാർക്കൊക്കെ നല്ല ഡൗട്ടുണ്ട്. ഇത് എത്ര കാലം വെച്ച് നമ്മളിങ്ങനെ മുന്നോട്ട് പോവാ? ആദ്യം വിനോദ് ഒരു ജോലി കണ്ടുപിടിക്കേ. എൻ്റെ മീനും, ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്നല്ലോ, ഇപ്പൊ നല്ലൊരു ജോലി ചെയ്യുന്നില്ലേ? വർക്ക്ഷോപ്പിൽ ജോലിയോ? അതൊന്നും കൊണ്ട് പറ്റില്ല. വിനോദ് നല്ലപോലെ പഠിച്ചതല്ലേ, അതിനെ പറ്റി എന്തെങ്കിലും ജോലി നോക്ക്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് വീട്ടിൽ അവതരിപ്പിക്കാലോ. എൻ്റെ മീനൂട്ട്, നീ ഇങ്ങനെ പേടിക്കല്ലേ. ചെറിയ മദ്രാസിൽ നല്ലൊരു ജോലി തരപ്പെടുത്തി തരാറുണ്ട്. അത് കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം ശമ്പളമൊക്കെ ഉണ്ടാവും. കുറേ മാസം ജോലി ചെയ്ത് നല്ല പൈസയൊക്കെ ആയിട്ട് ഈ വിനോദ് എൻ്റെ വീട്ടിലേക്ക് വരുത്തുണ്ട്. എന്നിട്ട് മാധവൻ നായരെ, നിങ്ങളുടെ മകൾ മീനുക്കുട്ടി എനിക്ക് കെട്ടിച്ചു ചോദിക്കും പോരെ? കേൾക്കാനൊക്കെ നല്ല സുഖമുണ്ട്. ഇതുവല്ല നടക്കും പക്ഷേ? നടക്കാണ്ട് എവിടെ പോവാനാ? 10ാം ക്ലാസ്സിൽ തുടങ്ങിയ പ്രണയല്ലേ, ഇതുവരെയായിട്ട് ഒരു കുഴപ്പമില്ലല്ലോ. കൂടി പോയ 1 വർഷം, അതിനുള്ളിൽ മീനൂട്ടിൻ്റെ കഴുത്തിൽ വിനോദ് ആല് കെട്ടിയിരിക്കും. വിനോദേ, അച്ഛൻ്റെ കാര്യം അറിയാലോ. ഇപ്പോഴും പഴയ ജാതി ചിന്താഗതിക്കായിട്ട് നടക്കുക. നമ്മുടെ കാര്യം അറിഞ്ഞാൽ വിനോദിന് എന്തെങ്കിലും ചെയ്താലോ എന്നാ എൻ്റെ പേടി. എന്നെ എന്ത് ചെയ്യാനോ? പക്ഷെ തൻ്റെ അച്ഛനും അതിനും കൂടി തന്നെ പറഞ്ഞ് മാറ്റുമെന്ന് എനിക്കൊരു പേടി. വിനോദനെ വേണ്ട വെക്കുന്നിടത്തോളം കാലം ഈ മീനുവിൻ്റെ കഴുത്തിൽ വേറെ ഒരൊറ്റ ആളും താലി കെട്ടില്ല.
നീ ഇത്ര നേരം എവിടെയായിരുന്നടി? കോളേജ് വിടാൻ വൈകി. കോളേജ് വിടാൻ വൈകിന്നാ? വയലാണടി നിന്റെ കോളേജ്? രണ്ടാളും കൂടി അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നതല്ലേ? ഞാനൊന്നും അറിയില്ല എന്ന് വിചാരിച്ചാ? വെറുതെ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാൻ നിൽക്കണ്ടാട്ടാ. നമ്മുടെ തറവാടിന് ഒരു അന്തസ്സുണ്ട്, നീയായിട്ട് കാഞ്ഞു പിടിക്കാൻ നിൽക്കണ്ട. എനിക്ക് വിനോദിനെ ഇഷ്ടമാണ്. അല്ല, നീ എന്തിനുള്ള പുറപ്പാടാടി? അവൻ്റെ നമ്മുടെ സ്റ്റാറ്റസ് എന്താണ് നീ നോക്കിയിട്ടുണ്ടാ? നമ്മുടെ വയലിൽ പണിയെടുക്കാൻ വരുന്ന ആ തള്ളന്റെ മോനെ കിട്ടില്ലോ നിനക്ക് പ്രേമിക്കാനായിട്ട്? എന്തായാലും ജോലി എടുത്തിട്ട് തന്നെ ജീവിക്കുന്നത്. വിനോദ് എന്നെ നന്നായിട്ട് നോക്കും. വർക്ക്ഷോപ്പിലെ പണിയും കൊണ്ടേ നിന്നെ നന്നായിട്ട് നോക്കും. എടി അവന് 2-3 പെങ്ങന്മാരാണ്, പോരാത്തതിന് വയസ്സായ ഒരു തള്ളയും. എടി മര്യാദയ്ക്ക് കയറി കിടക്ക ഒരു വീടുണ്ട് അവന്. അവിടെയൊക്കെ പോയിട്ട് നീ എങ്ങനെയാടി ജീവിക്കേ? വിനോദ് മദ്രാസിലൊരു ജോലി നോക്കുന്നുണ്ട്. അവിടെ പോയാൽ നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്ത് ജോലി ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ അച്ഛൻ ഈ കാര്യം അറിഞ്ഞാലുണ്ടല്ലോ രണ്ടിനെയും കൊന്നു കളയും. എടി ചേച്ചി, കഴിഞ്ഞ ആഴ്ച ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ കാണാൻ വന്നില്ലേ? നീ അതിനൊന്ന് സമ്മതിക്ക്. അവിടെ പോയാലേ നീ രാജകുമാരി ആയിരിക്കും. നീ ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല മനു. എനിക്കൊരു കല്യാണം ഉണ്ടെങ്കിൽ അത് വിനോദിന്റെ കൂടെ മാത്രമായിരിക്കും. മര്യാദയ്ക്ക് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകില്ലടി. ചേച്ചി ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ നിന്നെ അടിക്കാതിരിക്കുന്നത്. മതി നിന്റെ പരീക്ഷയും പഠിത്തം വെക്കാം. നീ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലേ അവനെ കാണാൻ പറ്റുള്ളൂ. ഈ കല്യാണം അങ്ങനെ നടത്തണമെന്ന് എനിക്കറിയാം. നടക്കടി, വാ ഇങ്ങോട്ട് വാടി, കേറി. ഇവിടെ വരാൻ പറഞ്ഞതാണല്ലോ. ഇപ്പം അവളുടെ ആങ്ങളെ പിടിച്ചിട്ടുണ്ടാവോ? തീവണ്ടിക്കും സമയമായി. അവിടെ എത്തിയിട്ട് കത്തെഴുതാ. കാണാതെ അമ്മാവനറിയാൻ എനിക്കിവിടെ നല്ല ജോലി കിട്ടി, അത്യാവശ്യം നല്ല ശമ്പളമുണ്ട്, അമ്മയ്ക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ മദ്രാസ് എത്തിയതും മീനാക്ഷിക്ക് 2 കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നിനും മറുപടി കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു ആ കത്ത് മീനാക്ഷിയുടെ അച്ഛനോ അല്ലെങ്കിൽ ആങ്ങളുടെ കയ്യിലായിരിക്കും കിട്ടിയിട്ടുണ്ടാകുക. ഈ കത്ത് കിട്ടിയതും അമ്മാവൻ മീനാക്ഷി ചെന്ന് കാണണം. എനിക്കിവിടുന്ന് 6 മാസം കഴിയാണ്ട് ലീവ് കിട്ടില്ല. അത് കഴിഞ്ഞതും ഞാൻ നാട്ടിൽ വന്ന് മീനാക്ഷിയെ കാണും. അതുവരെയെങ്കിലും അവളോട് പിടിച്ചു നിൽക്കാൻ പറയണം. സ്നേഹത്തോടെ, വിനോദ്. അല്ല മോനേട്ടാ, നിങ്ങൾ എങ്ങോട്ടാ പോണത്? വിനോദിന് മദ്രാസിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞ് കത്തയച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഇക്കാര്യം മീനാക്ഷിൻ്റെ അടുത്ത് പറയാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾക്ക് കുറച്ച് നാണമുണ്ടോ മോനേട്ടാ? ഒന്നില്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പ്രായം ഉണ്ടല്ലോ നിങ്ങൾക്ക്. ഈ പിള്ളേൻ്റെ പ്രേമത്തിന് കൂട്ടി നിൽക്കുകയാണോ നിങ്ങൾ? അതല്ല മോനെ, അവർ അത്രയും ഇഷ്ടത്തിലല്ലേ. എന്ത് ഇഷ്ടത്തിൽ? നിങ്ങൾ പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ പാടത്തല്ലേ പണിക്ക് വരുന്നത്? ആ ഒരു ബോധം വേണ്ട നിങ്ങൾക്ക്. എന്നിട്ട് ഞങ്ങളുടെ കുടുംബത്തിലെ പെണ്ണ് വേണം അല്ലേ മോനെ? അത് മോനേട്ടാ, ഞാനായതുകൊണ്ട് ശരി, എൻ്റെ അച്ഛനെങ്ങാനും അറിഞ്ഞാണെങ്കിലേ കുടുംബത്തോടെ തീർത്ത് കളഞ്ഞിട്ടുണ്ടാവും. എന്തായാലും മോനേട്ടൻ്റെ ഒരു കാര്യം ചെയ്. ഇതുവരെ വന്നതല്ലേ, ഞാൻ പറയുന്ന പോലെ വീട്ടിൽ വന്നിട്ട് എൻ്റെ പെങ്ങളോടൊരു കാര്യം പറയും. കെട്ടിക്കാൻ പ്രായമുള്ള 2 പെൺമക്കളല്ലേ മോനേണ്ടുള്ളത്? അവരൊക്കെ നല്ല രീതിക്ക് അടിച്ചു വരണ്ടേ? അമ്മാവ, വിനോദ് മദ്രാസിൽ പോയിട്ട് കത്തയച്ചോ? എന്നെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചോ? മോളെ, അവൻ്റെ കല്യാണം കഴിഞ്ഞു. അത് പറയാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ എന്തായി? നാട് വിട്ടു പോയപ്പോ നീയും വേണ്ട, നിന്റെ പ്രേമവും വേണ്ട. അവനവിടെ മുതലാളിന്റെ മോളെയും കിട്ടിയിട്ടേ മാനേജറായിട്ട് സുഖമായിട്ട് ജീവിക്കുക. നീ ആണെങ്കിൽ അവനെ വിചാരിച്ച് കരഞ്ഞോണ്ടിരിക്കുക. എടി, ഇനിയെങ്കിലും ഞങ്ങൾ പറഞ്ഞൊന്ന് കേക്ക്. ആ കല്യാണത്തിനൊന്ന് സമ്മതിക്ക്.
പോയാലോ? സമയായി. ആ പോട്ടെ. സംസാരിച്ചൊന്നും തിരക്കില്ലേ, ചോദിക്കാൻ വിട്ടുപോയി. എത്ര മക്കളാ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. വിനോദേ, നിനക്ക് 32 വയസ്സായില്ലേ? അവൾക്ക് കല്യാണം കഴിഞ്ഞ് 5 വയസ്സായ കുട്ടിയുണ്ട്. നീ കല്യാണം കഴിക്കാതെ വേണ്ടാതിരിക്കുക, ഇനിയെങ്കിലും കഴിച്ചൂടെ? അമ്മവാ, ഞാൻ അവൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ജീവിതത്തിൽ അവളില്ലാണ്ട് വേറൊരു പെണ്ണുണ്ടായില്ലെന്ന്. ആ വാക്ക് ഞാൻ തെറ്റിക്കില്ല.